പുൽവാമ ഭീകരാക്രമണത്തിൽ വിവാദ പരാമർശം നടത്തിയ സാം പിട്രോയ്ക്ക് മറുപടിയുമായി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി രംഗത്തെത്തിയിരിക്കുന്നു. പിട്രോയുടെ വാക്കുകൾ ദൗർഭാഗ്യകരവും പാകിസ്ഥാന്റെ നീക്കങ്ങൾക്കുള്ള പിന്തുണയുമാണ്. ഗുരു ഇങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ അയാളുടെ ശിഷ്യൻ എങ്ങനെയാണെന്ന് ഒരാൾക്ക് ഊഹിക്കാനാകുമെന്നും ജെയ്റ്റ്ലി പറയുന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് നേതാവായ സാം പിട്രോ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്തയാളാണ്. രാഹുലിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ജെയ്റ്റ്ലിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ. ഭീകരവാദത്തിനോട് പിന്നിട്ടിറങ്ങിയാൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. ഭീകരതയെ പ്രതിരോധിക്കുക എന്നതിലുപരി അതിന്റെ ഉറവിടത്തിൽ ചെന്ന് മറുപടി നൽകുന്നതാണ് ഇന്ത്യയുടെ നയം. ഇന്ത്യയുടെ സുരക്ഷാ നയങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തെ പാകിസ്ഥാൻ അല്ലാതെ മറ്റൊരു ലോകരാജ്യവും വിമർശിച്ചിട്ടില്ല. അവരുടെ ശബ്ദത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. രാജ്യത്തിന്റെ വികാരത്തെയാണ് ഇത്തരം വാക്കുകൾ ഹനിക്കുന്നതെന്നും അരുൺ ജെയ്റ്റ്ലി തുറന്നടിക്കുന്നു. പിട്രോയുടെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. പ്രതിപക്ഷം വീണ്ടും ഇന്ത്യൻ സേനയെ അപമാനിക്കുകയാണ്. ഇന്ത്യൻ ജനത ഇത്തരം പ്രസ്താവനകൾ ചോദ്യം ചെയ്യണം. 130 കോടി ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഇത്തരം പരാമർശങ്ങൾ പൊറുക്കുകയില്ല. ഇന്ത്യൻ സേനയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും ഭീകരർക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മാത്രമേ മറുപടി നൽകാനാകൂ എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പുൽവാമ പോലുള്ള ഭീകരാക്രമണങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ടെന്നും അതിന്റെ പേരിൽ പാകിസ്ഥാനെ തെറ്റുകാരാക്കുന്നത് ശരിയല്ലെന്നുമായിരുന്നു പിട്രോയുടെ നിലപാട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്നത്. എന്തായാലും പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പ്രതിപക്ഷം നിരവധി ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചത്. അതിനൊക്കെ രൂക്ഷമായ ഭാഷയിലായിരുന്നു തിരിച്ചുള്ള മറുപടിയും. എന്തായാലും പാകിസ്ഥാനെ പിന്തുണച്ചോളൂ, പക്ഷേ ഇന്ത്യയോട് കളിച്ചാൽ പലിശ സഹിതം തിരിച്ചു കൊടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.